നമസ്കാരം. വരൂ. തൊലച്ചു കെട്ടും കെട്ടി പന്നിക്കൊട്ടം പോലെ ഇറങ്ങിയിരിക്കാണല്ലേ. ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരരുതെന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് വന്നാലോ? പെറ്റ വയറിന്റെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവളുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ലാതായി കുറുപ്പ് സാറേ. ഞങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല. ഞാനാണ് അവന്റെ അഡ്വൈസറി. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനെയും കൂടെ കൊണ്ടുവന്നത്. അമേരിക്കക്കാരനായത് കൊണ്ടൊന്നുമല്ല, എന്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞ ജീവനാ. അതുകൊണ്ടൊന്നല്ല, അവൻ എന്റെ മോനാ. ആരും അവന് ഇഷ്ടപ്പെട്ടു പോകും. എന്റെയും മോന. അവരിവിടെ ഉണ്ടോ? ആ ഉണ്ട്. ശോളേ ശോളേ ഷോ ഇവിടെ. ആ മോനെ മോളെ, നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. എന്താ ആ എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. ഇതെന്റെ പ്രശ്നം ഉണ്ടാക്കരുത്, ചൂടാവരുത്, ചളമാക്കരുത്. മോനെ, ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞ, പക്ഷെ വന്നു. ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം. ഞാനാണ് പറഞ്ഞത്, ബോറാവരുത്. നിങ്ങൾക്കൊരു നീ ഇവിടെ ഡ്രൈവർ ആയിട്ടല്ലേ അതൊക്കെ കണ്ടുപിടിച്ചു. അതല്ല ചുമ്മാരോ. ഞാൻ അവൻ ചൂടാകാൻ നോക്കുമ്പോ താനെ നശിപ്പിക്കുമല്ലേ. എന്റെ മോൻ എവിടെ? മോനെ ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് പറയുന്നേ, ദാ നിൽക്കുന്നു. അയ്യോ, ഇതല്ല. ഇതെന്റെ മോനല്ല. അയ്യോ, കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് സ്വന്തം മോനല്ലാന്ന് ഒരിക്കലും പറയരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ. കള രണ്ടൊരു മോനേന്ന് വിളിക്കാം. എന്റെ പട്ടി വിളിക്കാം. ഓഹോ, ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുടിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ല എനിക്ക് തോന്നി. എന്താ തന്നെ ഇതിനകത്ത് കയറ്റിയുണ്ടോ? അല്ല, ഇവനെ കയറ്റിയതുകൊണ്ട്. എന്റെ ഡ്രൈവറായി വന്ന ഈ നായെ കയറ്റിയതുകൊണ്ട്. പറയടാ പിള്ളേരെ, മോനെവിടെ? അപ്പൊ ഇവനല്ലേ ഇങ്ങടെ മോൻ? അല്ല, അമേരിക്കക്കാരനാണോ? അവൻ തന്നെ. ഇവൻ അവനല്ല. അവൻ തന്നെ. അവനല്ല ഇവൻ. പിന്നെ അവനെവിടെ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്റെ മകൻ ഓമാകവൻ എവിടെയെന്ന്. എം.എ. ധവാൻ. പറയടാ എന്റെ മോനെവിടെ? നമ്മളെ പറ്റിച്ചല്ലോ. എന്റെ തല ആരെങ്കിലും തുറന്നതാ. അയ്യോ, സാമദ്രോഹി, മേലാലി പണി ചവിട്ടിയാ നിന്റെ എല്ലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, കുറുപ്പ് സാറവൻ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. പോവുക. വാൾപ്പയറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20,000 രൂപയോളം നഷ്ടം വരും. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോമക്കുറുപ്പും മാന്യനായ മെമ്പർ കൃഷ്ണക്കുറുപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബിൽ അടയ്ക്കേണ്ടതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ആ അഭിപ്രായം ഞാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അടക്കാനാവാത്ത കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത്. അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിന് എഴുതി തള്ളാവുന്നേ ഉള്ളൂ. ഓരോരുത്തരെ സംസാരിക്കും. വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിന്റെ പൊതുമുതൽ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. നഷ്ടപരിഹാരം ഒറ്റയ്ക്ക് സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. കാരണം ഇവിടെ ലഹരി ഉണ്ടാക്കി ഞാനല്ല. പിന്നെ ആര്? പള്ളി പോയി പറഞ്ഞാൽ അപ്പൂപ്പ ഇരിക്കുന്നുണ്ടോ? എപ്പോഴും വഴക്കുണ്ടാക്കുന്ന 2 മെമ്പർമാരെ ഉൾക്കൊണ്ട് ഈ ക്ലബിന് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കുഴപ്പമുണ്ടാക്കുന്ന മെമ്പറെ പുറത്താക്കണമെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. എന്റെ ബലമായ അഭിപ്രായം അത് തന്നെ. തന്നെ പുറത്താക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് താൻ സ്വയം പുറത്തു പോടോ. ഞാനെങ്ങോട്ട് പോയി? ഇന്ത്യൻ പീനൽ കോഡിൽ കൈവയ്ക്കാൻ എന്നെ നിർബന്ധിതനാക്കരുത്. കൂൾ ഡൗൺ. എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. എന്താ അങ്കിൾ, നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? എനിക്ക് പ്രശ്നമില്ല. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. മര്യാദ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് കാണിക്കും. ഇതൊരു അവസാന സന്ദർഭമാണ്. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇരുവരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. Come on. എണീക്കൂ. ഞങ്ങൾ ഒന്നാണ്. എന്താ വിശ്വാസമായില്ലേ? എന്നാ കേട്ടോ, ബഹുമാനപ്പെട്ട മെമ്പർമാരെ,
എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു. അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. കോമണ്ണൻ കല്യാണം കഴിയുന്നവരെ എന്നോടൊത്ത് താമസിക്കണം. വീട്ടിൽ ചെന്ന് മോളെയും കൂട്ടിക്കൊണ്ട് പോവാ. പെൺകുട്ടികളുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. എടാ പുല്ലേ, നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ നിൽക്കുന്ന കോമക്കുറുപ്പിന്റെ മകൾ അരുണെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പിന്നെ കുറെ പുളിക്ക് അപ്പൊ തന്നെ ഓപ്പറേഷൻ സംസാരിക്കാൻ 7 കോപ്പിൽ അനിയൻ. ഒരുത്തൻ കയറി വർത്താനം പറയുന്നതിനിടയ്ക്ക് ഇവരുടെ ചേട്ടനുമല്ല ഞാനുമല്ല ചേട്ടന്റെ പുറത്തേക്ക് അല്ലെന്ന് പറഞ്ഞു അവനെ അടിക്കണ്ടേ? ഇവിടെ കണ്ട് വേണം കൂട്ടല്ലേ വല്ലതും പറയാനുള്ള വീട്ടിൽ ഞാൻ പറഞ്ഞു. ക്ലബിന് മുന്നിൽ ഇത്രയും വൃത്തിയാൻ അനുവദിക്കില്ല. ചെയ്യാനും പറയാനുള്ള വീട്ടിൽ അയ്യോ അണ്ണാ, യവന്മാരെങ്ങനെ വിട്ടാ പറ്റൂല. അങ്ങനെ വിട്ടാ പറ്റൂല. ഹലോ. ഹലോ, ഹൗ ആർ യു? വാട്ട് യു വാണ്ട്? ഒറ്റയ്ക്കാണോ? അതെ. കല്യാണത്തിന് വരാനുള്ള മടി കൊണ്ടായിരിക്കും ഇന്ന് തന്നെ ഇവിടെ പുറപ്പെട്ടത് അല്ലേ? വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ എം സോറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ഒന്ന് ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കാണാം. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നമസ്കാരം. ഹലോ 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 ഇവനെ ആളല്പം പക്ഷേ അതെനിക്ക് നേരത്തെ അറിയാവുന്ന. അല്ല ഇവനെ എന്ത് അതായത് ഇതെന്ത് പറ്റി 2 മോണ്ടെ നിർമ്മിച്ചോണ്ട് നിൽക്കുന്നത്? ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യത്തിന് കൊനിഷ്ഠ ഇപ്പോഴേ ഉണ്ട്. അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാൽ സംഗതി ആകെ കൊളാവും. ഒന്നും പേടിക്കണ്ട, പപ്പൻ കുരുക്കൾ ഇപ്പൊ വരും. എന്തിന്? IPC 203 വകുപ്പിൽ ഒരു ഖണ്ഡികയുണ്ട്, വേണ്ടി വന്നാൽ സുരക്ഷയ്ക്ക് അംഗരക്ഷകരെ നിർത്താമെന്ന്. ഒന്നല്ല 2 പാമ്പുകളെയാണ് നമ്മൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. ആ കാവാലികന്മാരെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്, ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. അതാ വരുന്നു കേരളപുത്രൻ. നമസ്കാരം. നമസ്കാരം. വടക്കൻ കേരളത്തെ മുഴുവൻ കിട്ടുകിട്ട വിറപ്പിച്ച ഭയങ്കരനായ അഭ്യാസി പപ്പൻ ഗുരുക്കൾ. എന്റെ അങ്കിൾ കൃഷ്ണക്കുറുപ്പ്, പുള്ളിയും ഒരു ചില്ലറ കളരി അഭ്യാസിയാണ്. ഓഹോ, ഏത് മുറയാ? അങ്ങനൊന്നുമില്ല. നാളെ കല്യാണം കഴിയുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്കിൾ, ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. ആ ഡ്രൈവർ ഒരു മഹാ തല്ലിപ്പൊളിയാണ്. അവൻ എന്റെ മുഖത്ത് നോക്കി പറയുക അവനാണ് അമേരിക്കക്കാരനെന്ന്. അയ്യോ, ഞാനീ ധവാൻ കുഞ്ഞിന് എന്തൊക്കെ ചെയ്തെന്നറിയാവോ? അതൊന്നും സാരമില്ല അങ്കിൾ. രാത്രി നേരത്തെ അവൻ വന്നാൽ ഈ പപ്പൻ കുരുക്കൾ അവനെ അടിച്ചിടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കും. അവൻ അരച്ചു പിഴിഞ്ഞ് നാളത്തെ സദ്യക്ക് വിളമ്പും. ഭജ 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 ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ കേവലമേ ഭജ ഗോവിന്ദം ഭജ കേവലമേ ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ കേവലമേ ഭജ 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 ഭജ
ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ 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 ഭജ. കള്ള ലക്ഷണമുള്ള കുറെ താടിക്കാര്. കൃഷ്ണ, ഇവരെല്ലാം തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? ഹലോ. അയ്യോ, ഭക്ഷണം വല്ലതും കിട്ടുമെന്ന് കരുതിയായിരിക്കും. ആ, എവിടുന്ന് ആളാവോ എഴുന്നത്? ശിക്ഷ, കാലടിയിലെ പുണ്യതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഒരു സ്ഫോടനമുണ്ടായി. ഗഹനവും നിർലോഭവുമായ ആ കാന്താരവിന്ദത്തിന്റെ ഊഷ്മാവിൽ ഒരു നികുംബില പാഞ്ഞുപോയി. ഇത് അല്പം വശപ്പശകാണല്ലോ. പോവേ ശകുനം മുടക്കി. സ്വാമികൾ കൽപ്പാന്തകാലത്തിന്റെ ആന്തോളനത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഗുരു അരുളി ചെയ്തു, ഭക്ത ശിരോമണിമാരുടെ പുത്രിമാരുടെ ഖണ്ഡത്തിൽ ഊരാക്കുടുക്ക് വീഴാൻ പോകുന്നു എന്ന്. സംഭവം യുഗ യുഗ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഭജ 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 ഭജ. സിനിമ നമുക്ക് വർജ്യം. നിങ്ങളുടെ കൺപെൺമണികളുടെ ശിലാഫലകത്തിൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഗ്രഹിക്കണമെന്ന് തോന്നി. ഉടനെ യാത്ര തിരിക്കാനുണ്ടായത്. എവിടെ ആ കുരുന്ന കിളികൾ? ഇതുപോലെയാണ് ആ സിനിമയുടെ ക്ലൈമാക്സിൽ പെമ്പിള്ളേരെ പോക്കരത്തരം പറയരുത്. അതെ, ഞാൻ നോക്കട്ടെ. പണ്ടൊക്കെ നീ ഇത് കാണിച്ച് കുറെ നാട്ടുകാരെ പറ്റിച്ച്, ഇനിയത് നടക്കൂല. ഈ വാദ്യക്കാരി പിള്ളേർ അണ്ണൻ ഏർപ്പാടിയതാണോ? വാദ്യോ? ഞാനോ? എന്താ കൃഷ്ണ, വാദ്യക്കാരി പിള്ളേരെ തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇത് മറ്റേ കേസ് വീണ്ടും വന്നതാ. മിക്കവാറും ഹിന്ദി പടത്തിലൊക്കെ അവസാനം പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെയാ? താൻ പിന്നെയും തുടങ്ങി. ഇനി ഒന്നും നോക്കണ്ട, ആടി. സർദാർ, ഇവിടെ അടുത്തൊരു വീട്ടിൽ തങ്കമുണ്ട്. അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സർദാർ കൃഷ്ണകുറുപ്പിന്റെ വീട് സാർ. വീട്ടിന് ചുറ്റും ഗുണ്ടകളാണ് സാർ. ആരോടാ സർദാർ കൃഷ്ണകുറുപ്പ്? അണ്ണാ, ഞാൻ അകൃതർ സർദാർ കൃഷ്ണകുറുപ്പ്. എന്താ വേണ്ടേ? അക്കരെ നിന്നൊരു മാരൻ എന്ന പടത്തിൽ അതേ രംഗം. ഇൻസ്പെക്ടർ വേഷവും കെട്ടിക്കൊണ്ട് വന്നാൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായിരിക്കും. തങ്ക എവിടെന്നാ ചോദിച്ചത്? തങ്കോ സ്വർണ്ണമൊക്കെ ഇവിടെ ഉണ്ട്. തടി കേടാക്കാൻ പോടേ. എന്ത്? പോലീസിന്റെ പരാജയം ആഭ്യന്തരമന്ത്രിയായ എന്റെ പരാജയമായി പ്രതിപക്ഷങ്ങൾ കൊട്ടിഘോഷിക്കും. പത്രക്കാർ ഈ അവസരം മുതലാക്കി മന്ത്രിസഭയ്ക്കെതിരായി പലതും എഴുതും. മന്ത്രിസഭ തന്നെ ഇളയുന്നു വരും. അതുകൊണ്ട് പോലീസിന്റെ സർവ്വശക്തി ഉപയോഗിച്ച് ആ കശ്മലന്മാരെ ഉടനെ ഒതുക്കി അകത്താക്കണം. അവിടെ അത്യാവശ്യത്തിന് പോലീസ് ഇല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിക്കുക. ഇത് മന്ത്രിസഭയെ വരെ ബാധിക്കുന്ന പ്രശ്നമാണ്. യെസ് സർ. പാർട്ടി പാളൻ. അപ്പോ നേരത്തെ കിട്ടിയ പോരായിരിക്കും അല്ലേ? പാർട്ടി പൊസിഷൻ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കീഴടങ്ങുന്നതാണ് നല്ലത്. എന്താ യവന്മാര് മൈക്കും തോക്കും ഒക്കെ എവിടെ നിന്ന് ഒപ്പിച്ച്? അത് പറയണം സാർ. അവസാനമായി പറയുകയാണ്, മര്യാദയ്ക്ക് കീഴടങ്ങണം. നാണവും മാനവും ഇല്ലാത്ത ഇവന്മാരെ കൂടെ ചേർന്ന് പറഞ്ഞ ജീവിതം പാഴാക്കണ്ട. ഇനിയും അധികം നേരം പറഞ്ഞ് ചലിച്ചാൽ നിന്നെയൊക്കെ അടിച്ചു കൊന്ന് ഉച്ചത്തിൽ കെട്ടിത്തൂക്കും. ശരി, എന്നാൽ ഒരുങ്ങിക്കൂ. ഇനി എന്താന്ന് ഒരുങ്ങാൻ? അപ്പം കുരുക്കളെ അടിച്ചു പിരി.
ഇങ്ങോട്ട് മാറിയില്ലേ ഇനി പറ തങ്കം ഇവിടെ അകത്തുണ്ടാവും സാർ. ഏകത്ത് അകത്ത് നോക്കില്ലേ? നോക്കി സാർ, തങ്കമില്ല. ആ എന്തിനാണ് സാർ തങ്കത്തിനെ അന്വേഷിക്കുന്നത്? കള്ളക്കടത്ത് സാധനങ്ങൾ അന്വേഷിക്കുന്നത് എന്തിരുന്നോ? അയ്യോ, കള്ളക്കടത്തല്ല, 4 പേര് അറിയെ കൊണ്ടുവന്നാണ്. മര്യാദക്ക് പറയാം. തങ്കം എവിടെ ചോദിച്ചത്? സാർ, ഇതാണ് തങ്കം. ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ ഭാര്യ തങ്കം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശോഭയുടെ അമ്മ തങ്കം. നീലടാ പറഞ്ഞു ഇവിടെ തങ്കം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. സാർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സാർ. തങ്കം എന്ന് പറയുന്ന സ്ത്രീയെ ഗൂണ്ടകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അതിനെ സഹായിക്കണമെന്ന് പറയാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നതാണ്. തങ്കം എന്ന് കേട്ടോടനെ സാർ ചാടി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ശോഭയുടെ അമ്മയുടെ അനുവാദം വേണമായിരുന്നു. റൗഡികൾ അത് തടഞ്ഞപ്പോ ഞങ്ങൾ പോലീസിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. സാർ, 18 കഴിഞ്ഞ ഒരു പെണ്ണിനും 21 കഴിഞ്ഞ ഒരു ആണിനും തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിക്കും.
ഇവർ സമ്മതിച്ചില്ലേ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യും. സാറ് അതിന് ഞങ്ങളെ സഹായിക്കണം. ആളാ പറയുന്നത്. സ്നേഹിക്കുന്നവർ എപ്പോഴും ഒരുമിച്ച് കഴിയുന്നതാണ് നല്ലത്. കാലുമാറി ഇപ്പൊ തീരുമാനിക്കണം. കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രതികൂലിക്കുന്നുവോ അനുകൂലിക്കുന്നുവോ? അനുകൂലിക്കുന്നവർ കൈപൊക്കണം. പൊക്കണം.